ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഐ ആം ബോറിങ്, ഐ ആം ബോർഡ്. ഈ രണ്ട് സെൻറ്റൻസും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഐ ആം ബോർഡ് ആൻഡ് ഐ ആം ബോറിങ്. ഈ രണ്ട് സെൻറ്റൻസുകളും മാറി മാറി തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് പലരും. പക്ഷേ ഇത് രണ്ടും വളരെ ഡിഫറൻ്റാണ്. അതിൻ്റെ ഉപയോഗത്തിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഐ ആം ബോറിങ് എന്ന് പറയുന്നത് എന്താണ്? ഐ ആം ബോറിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോറിങ് എന്ന ഒരു വാക്കില്ലേ, ING ഫോമുള്ള വാക്ക് ബോറിങ്, അതൊരു അഡ്ജക്റ്റീവാണ്. ഐ ആം ബോറിങ്. ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ചു, ആ ബുക്ക് നമുക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല, വളരെ ബോറിംഗ് ആയൊരു ബുക്ക്. ദ ബുക്ക് ഈസ് ബോറിംഗ് എന്ന് പറയാം. ദ ബുക്ക് ഈസ് ബോറിംഗ്. അതുപോലെ നമ്മളൊരു മൂവി കണ്ടു, ആ മൂവിയും നമുക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല, ആകെ ഒരു സുഖമില്ല. അപ്പോൾ ദ മൂവി ഈസ് ബോറിംഗ്. അതുപോലെ തന്നെ ഐ ആം ബോറിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ആളുകളില്ലേ വളരെ ഡള്ളായിട്ടുള്ള ആളുകളായിരിക്കും, മറ്റുള്ളവർക്കൊന്നും അത്തരക്കാരോട് സംസാരിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ആളുകളോടൊക്കെ വളരെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നറിയില്ല, ഒരു സന്തോഷമായിട്ട് സംസാരിക്കാൻ അറിയില്ല, എപ്പോഴും ഒരു ഡള്ളായിട്ടിരിക്കുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ബോറിംഗ് ആയിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുക. അപ്പോൾ ഐ ആം ബോറിംഗ് എന്ന് തോന്നുന്നത് മറ്റുള്ളവർക്കാണ്. അത് ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ്. ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയൊക്കെ ക്വാളിറ്റിയെ നമുക്ക് ബോറിംഗ് എന്ന് പറയാം. അത് ഒരു അഡ്ജക്റ്റീവാണ്. ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഒക്കെ വിശേഷിപ്പിക്കുന്ന പദം ആണ് അഡ്ജക്റ്റീവ്. ഇപ്പോൾ ദ സ്റ്റോറി ഈസ് ബോറിംഗ് എന്ന് പറയുമ്പോൾ ആ സ്റ്റോറിയെ പറ്റി നമ്മൾ പറയുകയാണ്. ദ ബുക്ക് ഈസ് ബോറിംഗ് എന്ന് പറഞ്ഞാൽ ബുക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഐ ആം ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയാണ് പറയുന്നത്, എന്നെപ്പറ്റി മറ്റുള്ളവർക്ക് തോന്നുന്ന അഭിപ്രായമാണത്. ഐ ആം ബോറിംഗ്, ഐ ആം എ ബോറിംഗ് പേഴ്സൺ. മറ്റുള്ളവർക്കൊന്നും സംസാരിക്കാൻ ഇഷ്ടമില്ല, അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ല മറ്റുള്ളവരൊന്നും. അപ്പോൾ ഐ ആം ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഐ ആം എ ബോറിംഗ് പേഴ്സൺ എന്നാണ്. ഐ തിങ്ക് ദ മൂവി ഈസ് ബോറിംഗ്, ലെറ്റ്സ് വാച്ച് സംതിങ് എൽസ്. നമുക്ക് വേറെ എന്തെങ്കിലും വാച്ച് ചെയ്യാം. ഐ തിങ്ക് ദ മൂവി ഈസ് ബോറിംഗ്, ആ മൂവി വല്ലാത്ത ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും വാച്ച് ചെയ്യാം. ലെറ്റ്സ് വാച്ച് സംതിങ് എൽസ്. അപ്പോൾ ദ മൂവി ഈസ് ബോറിംഗ്, മൂവി എന്ന ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ബോറിംഗ് എന്നുള്ള വാക്ക്. ബോറിംഗ് എന്നത് അഡ്ജക്റ്റീവാണ്. ദ ജോബ് ഈസ് ബോറിംഗ്, ഐ നീഡ് സംതിങ് മോർ ചലഞ്ചിങ്. ചില ആളുകൾക്കൊന്നും ജോലി ഇഷ്ടപ്പെടില്ല, ഒരു ചലഞ്ചിങ് ആയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ദ ജോബ് ഈസ് ബോറിംഗ്, ആ ജോബ് ബോറിംഗ് ആണ്. ജോബ് എങ്ങനെയുള്ളതാണ്? ജോബിൻ്റെ ഒരു ക്വാളിറ്റിയാണ് പറയുന്നത്. ജോബ് ഈസ് ബോറിംഗ്, ഐ നീഡ് സംതിങ് മോർ ചലഞ്ചിങ്. ദ മീറ്റിംഗ് വാസ് ബോറിംഗ്, ഇറ്റ് വെൻറ്റ് ഓൺ ഫോർ അവേഴ്സ്. മീറ്റിംഗ് ബോറിംഗ് ആയിരുന്നു, മീറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. മീറ്റിംഗ് വാസ് ബോറിംഗ്, ഇറ്റ് വെൻറ്റ് ഓൺ ഫോർ അവേഴ്സ്. ഒരുപാട് സമയം, ഒരുപാട് മണിക്കൂറുകൾ അതിങ്ങനെ നീണ്ടുപോയി എന്നാണ് പറയുന്നത്. ഐ ആം ബോറിംഗ് ആൻഡ് നോബഡി വാണ്ട്സ് ടു ടോക്ക് ടു മീ. ഞാനൊരു ബോറിംഗ് പേഴ്സണാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്നോട് ആർക്കും നോബഡി വാണ്ട്സ് ടു ടോക്ക് ടു മീ, ആർക്കും എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. ദ ടീച്ചർ ഈസ് സോ ബോറിംഗ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഓൾവേസ് ഫോൾ അസ്ലീപ്പ്. ടീച്ചർ വളരെ ബോറിംഗ് ആണ്, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉറങ്ങും ക്ലാസ്സിൽ, അതാണ് പറയുന്നത്. ദ ടീച്ചർ ഈസ് സോ ബോറിംഗ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഓൾവേസ് ഫോൾ അസ്ലീപ്പ്. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ബോറിംഗ് ആയൊരു പേഴ്സണാലിറ്റിയാണ്, അതാണ്. ഇനി ഐ ആം ബോർഡ് എന്ന് പറയുന്നത് എന്താ? ഐ ആം ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ ബോറടിച്ചു പോയി എന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മളൊരു മൂവി കണ്ടു, ആ മൂവി നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഐ ആം ബോർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഐ ആം ടയേർഡ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഐ ആം ബോർഡ് എന്ന് നമുക്ക് വല്ലാതെ ബോറടിച്ചു, അത് നമുക്ക് സ്വയം തോന്നുന്നതാണ്. ഐ ആം ബോറിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി തോന്നുന്ന കാര്യമാണ്. പക്ഷേ ഐ ആം ബോർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാതെ ബോറടിച്ച ഒരവസ്ഥയിലാണ് ഞാൻ, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം ബോർഡ്, ഐ ആം ടയേർഡ് എന്ന് പറയുന്നത് പോലെ അത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇപ്പോൾ എനിക്ക് ബോറടിച്ചു എന്ന് തോന്നുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലല്ലേ. ഐ ആം ബോർഡ്, എനിക്ക് ബോറടിച്ചു. ഐ ആം ടയേർഡ്, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു എന്ന് പറയില്ലേ, അത്. ഐ ആം ബോർഡ് ബിക്കോസ് ദർ ഈസ് നത്തിങ് ഇൻട്രസ്റ്റിംഗ് ടു ഡു.
രസകരമായിട്ട് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഐ ആം ബോർഡ്. ഐ ആം ബോർഡ് ബിക്കോസ് ദർ ഈസ് നത്തിങ് ഇൻട്രസ്റ്റിംഗ് ടു ഡു. ദർ ഈസ് നത്തിങ് ഇൻട്രസ്റ്റിംഗ് ടു ഡു. ഐ ആം ബോർഡ് വിത്ത് ദ മൂവി. ലെറ്റ്സ് സീ സംതിങ് എൽസ്. ഐ ആം ബോർഡ് വിത്ത് ദ മൂവി. ആ മൂവി കൊണ്ട് ഞാൻ വല്ലാതെ ബോറായിട്ട് തോന്നുന്നു, വല്ലാതെ ബോറടിച്ചു ഞാൻ. ലെറ്റ്സ് സീ സംതിങ് എൽസ്. വേറെ എന്തെങ്കിലും നമുക്ക് വാച്ച് ചെയ്യാം, വേറെ എന്തെങ്കിലും നമുക്ക് കാണാം. ഐ ഹാവ് ബീൻ ബോർഡ് ഓൾ ഡേ. ദർ ഈസ് നത്തിങ് ടു ഡു. ഐ ഹാവ് ബീൻ ബോർഡ് ഓൾ ഡേ. ഈ ദിവസം മുഴുവൻ ഞാൻ വല്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അതാണ് ഐ ഹാവ് ബീൻ ബോർഡ്. ഐ ഹാവ് ബീൻ ബോർഡ് ഓൾ ഡേ. ദർ ഈസ് നത്തിങ് ടു ഡു. ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ദിവസം മുഴുവൻ ഞാൻ ബോറടിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ഷീ ഈസ് ബോർഡ് വിത്ത് ഹെർ ജോബ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ വൺ. അവളുടെ ആ ജോലിയിൽ അവൾ വല്ലാതെ ബോറടിച്ചു. അവളൊരു പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. ഇപ്പോൾ ബോറിംഗ്, ഐ ആം ബോറിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി തോന്നുന്ന ഒരഭിപ്രായമാണ്. ഐ ആം ബോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം എൻ്റെ ഒരു മനസ്സിൻ്റെ തോന്നലാണത്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ബോറിംഗ് എന്ന് വരുന്നതും ബോർഡ് എന്ന് വരുന്നതും. ഐ ആം ബോർഡ് വിത്ത് ദിസ് ബോറിംഗ് ലെക്ചർ. ക്യാൻ വി ടേക്ക് എ ബ്രേക്ക്? അവിടെ ആ സെൻറ്റൻസിൽ ബോറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബോർഡ് ഉണ്ട്. ഐ ആം ബോർഡ് വിത്ത് ദിസ് ബോറിംഗ് ലെക്ചർ. നോക്കൂ, ലെക്ചറിനെയാണ് ബോറിംഗ് എന്ന് പറയുന്നത്. ഐ ആം ബോർഡ്, ഞാനാണ് ബോറടിച്ചത് ആ ഒരു ലെക്ചർ കേട്ടിട്ട്. ക്യാൻ വി ടേക്ക് എ ബ്രേക്ക്? ദ ബോറിംഗ് മൂവി മെയ്ഡ് മീ ഫീൽ ബോർഡ്. മെയ്ഡ് മീ ഫീൽ ബോർഡ് ആൻഡ് സ്ലീപ്പി. ആ ബോറിംഗ് ആയിട്ടുള്ള മൂവി എന്നെ വല്ലാതെ ബോറടിപ്പിച്ചു. മാത്രമല്ല പിന്നെന്താ, സ്ലീപ്പി ആയി, ഉറക്കം വരാൻ തുടങ്ങി. ഐ ആം ബോർഡ് വിത്ത് ദ ബോറിംഗ് ജോബ്. ഐ ആം ബോർഡ് വിത്ത് ദ ബോറിംഗ് ജോബ്. ഐ നീഡ് സംതിങ് എക്സൈറ്റിംഗ്. ഞാൻ ആ ബോറടിപ്പിക്കുന്ന ആ ജോലി, വല്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള ആ ജോലി കൊണ്ട് ഞാൻ ബോറടിച്ചു. ഐ നീഡ് സംതിങ് എക്സൈറ്റിംഗ്. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇനി ബോറിംഗ് ഉപയോഗിക്കുമ്പോഴും ബോർഡ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും അത് രണ്ടും അഡ്ജക്റ്റീവാണ് എന്ന് ഓർക്കുക. മാത്രമല്ല ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മീനിങ് ഒക്കെ ആകെ മാറും, ആ സെൻറ്റൻസ് തന്നെ മിസ്റ്റേക്കായി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക.